വയനാട്ടിലെ ദുരന്തഭൂമിയിലെ തെരച്ചിൽ, അവിടെയുള്ള അതിജീവനം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമ്മൾ തിരികെ പോവുകയാണ്. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹാരിസൺസ് മലയാളം പ്രൈവറ്റ് ലിമിറ്റഡിലെ അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. 85 കുടുംബങ്ങളാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ടി സിദ്ദിഖ് MLA തൊഴിലാളികളെ യാത്രയാക്കി. ജന്മനാടിനേക്കാൾ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത നാടായിരുന്നു വയനാട്. ചൂരൽമലയും മുണ്ടക്കൈയും അത്രയേറെ ഇഷ്ടപ്പെട്ട ഇടം. എന്നാൽ ദുരന്തം വിതച്ച മുണ്ടക്കൈയും ചൂരൽമലയും ഇവർക്ക് നഷ്ടപ്പെടുത്തിയത് ഇവരെ ഏറെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത കുറെ അധികം മനുഷ്യരെയാണ്. ആ മുഖങ്ങളില്ലാതെ ഇനി ഇവിടെ തുടരാനാകില്ലെന്ന വേദനയാണ് ഇവരെ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിതരാക്കിയത്. इधर है ना, हमें 2 महीना हो गया काम करने के, तो चाय पत्ती कटिंग करते हैं हम. उधर से है ना 1 महीने वापस आएंगे. अभी MP जा रहे हैं हम. और उस घटना के बाद में हादसा हो गया, इस कारण माँ से इधर आ गया डर होने से कारण, और अब गाँव जा रहा है, जिसके बाद में 1 महीना बाद में इधर फिर वापस आएंगे. ഹാരിസൺ മലയാളം പ്രൈവറ്റ് ലിമിറ്റഡിൽ ജോലി ചെയ്യുന്ന 85 പേരാണ് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത്. KSRTCയിൽ കോഴിക്കോട് കൊണ്ടുപോയി അവിടെ നിന്നും ട്രെയിൻ മാർഗമാണ് ഇവർ ജന്മനാടുകളിലേക്ക് തിരിച്ചത്. അവരുടെ മക്കൾ ഇവിടെ കിഡ്സ് കോർണറിൽ അവരൊക്കെ കളിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് മിഠായും കാര്യങ്ങളും ടോയ്സൊക്കെ കൊടുത്തിരുന്നു. ആവേശത്തോടു കൂടി കളിക്കുകയും ഒക്കെ ചെയ്തു. അവർ ഈ ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ആളുകൾക്കൊക്കെ ഇവർ പോകുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ അനിവാര്യതയാണ്. മംഗള എക്സ്പ്രസ്സിനാണ് അവർ പോകുന്നത്. അവർ ഡൽഹിയിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഡൽഹി മംഗള എക്സ്പ്രസ്സിന് ഭോപ്പാലിൽ ഇറങ്ങി. അവർ ഗുണ ജില്ലക്കാരാണ് ഇതിൽ അധികം ആളുകൾ. വയനാട് വിട്ടുപോകാൻ താല്പര്യമുണ്ടായിട്ടല്ല ഈ ബസ്സിലെ ഒരാൾ പോലും ജന്മനാട്ടിലേക്ക് വണ്ടി കയറിയത്. മറിച്ച് വേദനകളെ മായ്ച്ചു കളയാനാണ് താൽക്കാലികമായി ഇവർ വയനാടിനോട് വിട പറയുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ബസ്സിലുള്ള മുഴുവൻ ആളുകളും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലേക്ക് വണ്ടി കയറിയത്. അവർ ഒരുപാട് സുരക്ഷിതരായിരുന്നു ഇവിടെ. പക്ഷേ ഇന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന പല മുഖങ്ങളും മണ്ണിനടിയിലാണ്. ആ വേദന അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തോട് ഇവർ താൽക്കാലികമായി വിട പറയുകയാണ്. ഉടൻ തിരിച്ചു വരുമെന്ന ഉറപ്പോടുകൂടി. വയനാട്ടിൽ നിന്നും മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ.